പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം ഓർമ്മിപ്പിക്കുകയാണ്. മർക്കോസ് 11:25 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. ആരോടെങ്കിലും എന്തെങ്കിലും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ അടുക്കുമ്പം മനസ്സിൽ ആദ്യം വരേണ്ട ഒരു ഭാവം ഇതാണ്: എനിക്ക് ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ, ഏത് അളവിലായിക്കൊള്ളട്ടെ, ഏത് വ്യക്തിയോടായിക്കൊള്ളട്ടെ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് മാത്രം പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നമ്മുടെ കടങ്ങളെ ഇല്ലാതാക്കാൻ, നമ്മുടെ പാപങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ, തോത് കുറയ്ക്കാനുള്ള വഴി ഇതാണ്: മറ്റുള്ളവൻ്റെ പാപം ക്ഷമിക്കുക. അപ്പോൾ നിൻ്റെ പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കുമെന്ന് വചനം ഓർമ്മിപ്പിക്കുക. ക്ഷമ അത്ര എളുപ്പമുള്ളതല്ല. ക്ഷമിച്ചു തുടങ്ങിയാൽ സ്നേഹമുള്ളവരെ, നിൻ്റെ ജീവിതത്തിൽ കൃപയുടെ അളവിൽ വർധനവ് ഉണ്ടാകും. ആമേൻ.